പാഠം 998 ഒരു പുതുവത്സര പാഠം. ലോകം മുഴുവൻ പുതുവത്സരാഘോഷങ്ങൾ നടന്നു. വൈവിധ്യമാർന്നതും വർണ്ണശബളവുമായ ആഘോഷങ്ങൾക്ക് ശേഷം 2017 തുടങ്ങും. പുതിയ വർഷത്തിലേക്കുള്ള കണക്കുകൂട്ടലുകളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ ഇനി അങ്ങോട്ട് കഠിന പ്രയത്നം. 2017 എന്തൊക്കെ ചെയ്യാനാണ് ഭാമ നിന്റെ പരിപാടി? മനസ്സിലായില്ല. ഒരു പുതിയ വർഷത്തിലേക്കാണല്ലോ നമ്മൾ. ചെയ്യാനുള്ള കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് കൃത്യമായി ആസൂത്രണത്തിലൂടെ നടപ്പിലാക്കിയാലേ ജീവിത വിജയം ഉണ്ടാകും. നിനക്ക് അങ്ങനെ വല്ല പരിപാടി ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് എന്ത് പരിപാടിയാ മോനട്ട്? എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കണം, മുറ്റമടിക്കണം, അടുക്കളയിൽ കയറി മോഹനേട്ടനെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, മോഹനേട്ടന്റെ ഷർട്ട് മുണ്ട് വലക്കണം, തേക്കണം. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോ മോഹനേട്ടൻ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചോണ്ട് വരുമല്ലോ. അപ്പൊ മോഹനേട്ടനോട് തർക്കിക്കണം. ഇതെല്ലാം ഞാൻ 2015-ലും 2016-ലും ചെയ്തതല്ലേ, അതെല്ലാം 2017-ലും ചെയ്യും. ഇനി അതല്ല ഇതിലേതേലും ഒന്ന് ഞാൻ മാറ്റണമെങ്കിൽ ആദ്യം മോഹനേട്ടൻ മാറണം. 2017-ൽ എന്റെ ഷർട്ട് ഞാൻ തേച്ചു കൊള്ളാം എന്ന് മോഹനേട്ടൻ തീരുമാനം എടുത്താൽ സംഗതി കൊള്ളാം. അല്ലെങ്കിൽ 2017-ൽ അടുക്കള ജോലികളിൽ ഞാൻ ഭാര്യയെ സഹായിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മാറ്റം ഉണ്ടാവും. അതിന് തയ്യാറാണോ സാറ്? പേപ്പറിനകത്തേക്ക് കയറിയിരിക്കും. മോഹനേട്ടൻ തയ്യാറല്ല. അപ്പൊ പിന്നെ എന്റെ 2016 2017 എല്ലാം ഒരുപോലെ തന്നെയാണ്. രാവിലെ തന്നെ ആരോ വരുന്നുണ്ടല്ലോ. ദിവാകരൻ എന്നെ കാണാൻ വരുന്ന? അതെ, ഈ വർഷത്തെ ആദ്യത്തെ ആളാ. എന്തെങ്കിലും ആഫീസ് കാര്യത്തിന് വരുന്നതാണെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വർഷം തുടങ്ങുമ്പോ തന്നെ വഴക്കുണ്ടാക്കരുത്. നമസ്കാരം സർ. നമസ്കാരം. ഇന്ന് അവധിയാണല്ലേ? അത് ചോദിക്കാനാണോ ദിവാകരൻ വന്നത്? അല്ല, ഇന്ന് അവധിയാ, മന്നം ജയന്തി. എന്റെ പോക്കോരവിന്റെ കാര്യം സാറ് പറഞ്ഞില്ല. ദിവാകരന്റെ പോക്കും വരവും തീരുമാനിക്കുന്നത് ഞാനല്ലല്ലോ, ദിവാകരനല്ലേ. പക്ഷേ വില്ലേജ് ഓഫീസിൽ കൊടുത്തിരിക്കുന്ന ആധാരം പോക്കുവരവ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ 2016-ൽ പറഞ്ഞത് തന്നെ 2017-ലും എനിക്ക് പറയാം. സാറേ അങ്ങനെ പറയരുത്. എത്രയും പെട്ടെന്ന് പോക്കുവരവ് നടന്നില്ലെങ്കിൽ ഞാൻ പെട്ടുപോകും. ദിവാകര സർ, ആധാരം എഴുതിയപ്പോൾ ദിവാകരൻ ആലോചിക്കണമായിരുന്നു. ഇമാതിരി കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ പ്രശ്നമാകുമെന്ന്. നികുതി വെട്ടിക്കാനായി ഭൂമിയുടെ വില കുറച്ച് കാണിച്ച് ആധാരം രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പൊ എന്റെ പിറകെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ദിവാകരന്റെ പോക്കുവരവ് നടക്കില്ല. സാറേ അങ്ങനെ പറയരുത്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്നുള്ളത് നേരാ. എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്യാം. എന്ന് വെച്ചാ എനിക്ക് കൈക്കൂലിയാണെന്നല്ലേ? ഒരു പുതിയ വർഷം തുടങ്ങിയപ്പോഴേക്കും കൈക്കൂലിയുമായി എന്റെ വീട്ടിൽ കയറി വരാൻ ധൈര്യം കാണിച്ച ദിവാകരന്റെ പോക്കുവരവ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ആഹാ, ദിവാകരന്റെ പോക്കുവരവ് 2017-ൽ നടക്കില്ല. സാറേ ഞാൻ വെറുതെ സംസാരിച്ച സമയം കളയാൻ എനിക്ക് സമയമില്ല. ദിവാകരൻ ചെല്ല്. നന്നായിട്ടുണ്ട് മോനേട്ടാ, ഉദ്ഘാടനം നന്നായിട്ടുണ്ട്. ആദ്യത്തെ ആളെ തന്നെ ചീത്ത വിളിച്ച് ഓടിച്ചു വിട്ടു. ഇനി ഈ വർഷം മുഴുവൻ ഇത് തന്നെയായിരിക്കും പരിപാടി. പഴക്കുണ്ടാക്കല് ഞാനിപ്പോ പറഞ്ഞതല്ലേ ഉള്ളൂ മോനേട്ടാ. ആര് കേൾക്കാനാണ്? മോനോട്ട് ഉപദേശിക്കാൻ വന്ന് എന്നെ പറഞ്ഞാൽ മതി. വായിക്കും. ഹാമേ, ഈ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്ന ഏർപ്പാട് എന്റെ കുടുംബ സ്വത്തല്ല എന്ന് നിനക്കറിയാമല്ലോ.
നിന്നെ കല്യാണം കഴിച്ചപ്പോൾ നിന്റെ വീട്ടുകാർ സ്ത്രീധനമായി തന്നതുമല്ല. വില്ലേജ് ആഫീസ് ഒരു സർക്കാർ ആഫീസാണ്. സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് പൊതുജനത്തിന്റെ നികുതി പണം ഉപയോഗിച്ചാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ വില്ലേജ് ആഫീസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ജനങ്ങളാണ്. ദിവാകരനും ആ ജനങ്ങളിൽപ്പെട്ട ഒരാളാണ്. അതെ, പക്ഷേ ഓരോരുത്തർക്കും അവരവരുടെ സൗകര്യത്തിന് ഓരോന്ന് ചെയ്തു കൊടുക്കാനല്ലല്ലോ സർക്കാർ ആഫീസ് തുറന്നു വെച്ചിരിക്കുന്നത്. നിയമപരമായി ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യാനാണ്. ദിവാകരന്റെ ഭാഗത്ത് നിയമപരമായ ഒരു ശരിയുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ പോക്കുവരവ് ചെയ്തു കൊടുക്കില്ല. എന്നാലും എന്റെ മോഹനേട്ടാ, ഈ വർഷത്തെ ആദ്യത്തെ ആവശ്യക്കാരനല്ലായിരുന്നു ആ ദിവാകരൻ? അയാളോട് മിക്കിട്ട് കരുതി ശരിയായോ? ഭാമേ, ഒരു ജനുവരി 1 തീയതി രാവിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പിടികിട്ടാ പുള്ളി കയറി ചെല്ലുന്നു എന്ന് കരുതി. 1 തീയതി അല്ലേ, ആണ്ടിലെ ആദ്യത്തെ ആവശ്യക്കാരനല്ലേ എന്ന് പറഞ്ഞ് പോലീസുകാർ അയാളെ വെറുതെ വിടുവോ? ഓ എന്റെ മോഹനേട്ടാ, എന്ത് നല്ല ഉപമയാണെന്നറിയാമോ? ഒരു സംഭവം തന്നെയാണ് കേട്ടോ മോഹനേട്ടൻ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും പ്രധാനം നിയമങ്ങളും ചട്ടങ്ങളുമാണ്. ഒരു ഗാന്ധിയൻ എന്ന നിലയിൽ സത്യസന്ധതയും നീതിബോധവും. ഇതിലേത് വെച്ച് നോക്കിയാലും ദിവാകരന്റെ കാര്യം സാധിക്കാൻ സാധ്യമേ അല്ല. മനസ്സിലായോ? അടുത്തയാൾ വന്നിട്ടുണ്ട്. ചെന്ന് അയാളുടെ മുക്കോട്ട് കൂടെ കയറ്. ആണ്ടിൽ രണ്ടാമനായി വരുന്ന ആളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് വല്ല നിയമോ ചട്ടം ഉണ്ടോ നിന്റെ കയ്യില്? ഉണ്ടെങ്കിൽ തന്നെ മോഹനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ ചെല്ലേ. വിട്ടുപോത്ത്. നമസ്കാരം സാർ. നമസ്കാരം. ഹരിദാസൻ മുന്നാധാരത്തിന്റെ പകർപ്പ് പോയാവുന്നാവോ അല്ലേ? അല്ല സാർ, ഞാൻ വീട്ടിൽ മുഴുവൻ തിരഞ്ഞു, മുന്നാധാരം കാണാനില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ ഹരിദാസ? കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നാധാരം കാണണം. അത് വീട്ടിലുണ്ടായിരുന്നു സാർ. പക്ഷെ കഴിഞ്ഞ മാസം വീട് പെയിന്റ് അടിച്ചപ്പം സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി അക്കൂട്ടത്തിൽ എവിടെയോ അത് നഷ്ടപ്പെട്ടു പോയി. ഇനി ഏതായാലും സാറേ, വീട്ടിൽ നോക്കാൻ ഒരിടവും ബാക്കിയില്ല. എന്ന് പറഞ്ഞിട്ടായില്ലല്ലോ, മുന്നാധാരം നീ കണ്ടേ പറ്റൂ. സാറേ, സാറ് വിചാരിച്ച മുന്നാധാരമില്ലാതെ കാര്യം നടക്കും. അപ്പൊ എന്നെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് വിചാരിപ്പിക്കാൻ വേണ്ടി വന്നതായിരിക്കും രാവിലെ ഹരിദാസൻ. അല്ല സാറേ, ഹരിദാസൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ പറയുമ്പോ എഴുതി തരാനാണ് സർക്കാർ എനിക്ക് മാസാമാസം ശമ്പളം എണ്ണി തരുന്നതാണോ? നിയമവും ന്യായവും വിട്ട് ഒരു കാര്യവും കെ മോഹനൻ സാർ ചെയ്തു തരില്ല. മോഹനേട്ടാ എന്താ? ഹരിദാസൻ പറഞ്ഞു കേട്ടോ, ചട്ടപ്രകാരം കൊണ്ടുവരേണ്ട കടലാസ് കൊണ്ടുവരാതെ ഹരിദാസന് സർട്ടിഫിക്കറ്റ് വേണം. അതിന് ഞാനൊന്ന് കണ്ണടച്ച് കാണിക്കണമെന്ന്. അതോടത്തിനായോ? ഇങ്ങനെ വാശി പിടിക്കല്ലേ എന്റെ മോനട്ടാ. മുന്നാധാരത്തിന്റെ പകർപ്പില്ലാതെ ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് കരുതി ആകാശം ഒന്നും ഇടിഞ്ഞു വീഴുവില്ലല്ലോ. വീഴും. ഹരിദാസന് കെട്ടിടം പണിയാൻ ലോൺ എടുക്കാനാണല്ലോ സർട്ടിഫിക്കറ്റ്. അതെ സാർ. മുന്നാധാരമില്ലാതെ ഞാൻ ആ സർട്ടിഫിക്കറ്റ് തന്നു എന്ന് കരുതി ഹരിദാസൻ ലോൺ കിട്ടും. പക്ഷേ ആ ലോൺ കൃത്യസമയത്ത് ഹരിദാസൻ തിരിച്ചടച്ചില്ലെങ്കിലോ? അപ്പോ അത് കേസാവും. ഞാൻ തിരിച്ചടച്ചോളാം സാർ. തിരിച്ചടച്ചില്ലെങ്കിലോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോ അത് കേസാവും. അപ്പോഴായിരിക്കും മുന്നാധാരത്തിൽ ഏതെങ്കിലും ഒരു ഗുലുമാലുമായി ഹരിദാസൻ കോടതിയിലേക്ക് ചെല്ലുന്നത്. അതോടെ ഞാൻ മുന്നാധാരം പരിശോധിച്ചില്ല എന്ന് തെളിയും. കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് കൊടുത്ത എന്റെ ജോലി പോയി കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് തയ്യാറല്ല. ഈ ആഴ്ച കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് ഞാൻ ബാങ്കിൽ പറയുകയും ചെയ്തതാ. ഇനി എന്ത് ചെയ്യും? ഒരു വഴിയുള്ളൂ ഹരിദാസ. നേരെ സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെല്ലുക. മുന്നാധാരത്തിന്റെ ഒരു പകർപ്പ് എന്നിട്ട് എടുക്കുക. പക്ഷെ അതിനൊക്കെ ഒരുപാട് സമയം വേണം വക്കീല്. എന്റെ കാര്യം നടക്കില്ലെന്ന് ഉറപ്പായി.
അപ്പൊ മോഹനയുടെ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ്. അല്ല, ഒരു വർഷം തുടങ്ങി ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ പരമാവധി ആളുകളുടെ പ്രാക്ക് വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണോ മോഹനയുടെ ഉദ്ദേശം? മനസ്സിലായില്ല. പോക്കുവരവിന്റെ കാര്യം പറയാമെന്ന് ആ ദിവാകരൻ എന്ത് പറഞ്ഞിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക മോഹനട്ട് അറിയാമോ? ദിവാകരൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, മോഹനയുടെ കേൾക്കെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അയാൾ മനസ്സിൽ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും? എന്റെ ദൈവമേ, ഇയാളെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റിയിരുന്നെങ്കിൽ എന്നയാൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ? വില്ലേജ് ഓഫീസറെ സ്ഥലം മാറ്റുക എന്നുള്ളതല്ല ദൈവത്തിന്റെ ജോലി. ഒരു ലോൺ എടുക്കാനായി കൈവശാവായ സർട്ടിഫിക്കറ്റ് ചോദിച്ചു വന്നാണ് ആ ഹരിദാസ്. അയാളോട് മോഹനേട്ടൻ പറഞ്ഞ എന്തൊക്കെയാണ്? മോഹനേട്ട സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ കഴിയില്ല എന്ന് പറയണം. അല്ലാതെ അയാൾ ലോൺ തിരിച്ചടയ്ക്കോ ഇല്ലയോ എന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യം മോഹനേട്ടൻ ഇല്ല. മോഹനേട്ടന്റെ കാശ് വല്ലണോ അയാൾ ചോദിച്ചത്? അല്ലല്ലോ. അയാൾ ലോൺ തിരിച്ചടയ്ക്കോ അടയ്ക്കാതിരിക്കുകയോ അതെന്റെ പ്രശ്നമല്ല, സമ്മതിച്ചു. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. നിയമവിരുദ്ധമായി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം ഞാൻ പ്രതിയാവില്ലേ? ഓവേ, ഹരിദാസൻ നല്ല കട്ടുപ്പത്തിൽ തന്നെ പ്രാഗിട്ടുണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ വില്ലേജ് ഓഫീസർ പാമ്പ് കടിച്ചോ ഇടിവെട്ടിയോ തട്ടിപ്പോണെന്ന് അയാൾ എന്തായാലും പ്രവർത്തിച്ചിട്ടുണ്ടാവും. അത്തരം പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കുന്നില്ല. പിന്നെ മോനേട്ട പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ. ഞാൻ ഒരു നിരപരാധിയാണ്, സത്യസന്ധനാണ് എന്നൊക്കെ ദൈവത്തിന് അറിയാം. വർഷം തുടങ്ങിയ 2-ാം ദിവസം രാവിലെ എത്ര മണിയായി? 8 മണി. 8 മണിയായതേ ഉള്ളൂ. 2 പേരെ ശത്രുക്കളാക്കി. ഈ സ്വഭാവം തുടർന്നാലേ ജനുവരി മാസം തീരുമ്പോഴേക്കും ഈ നാട്ടുകാർ മുഴുവൻ ശത്രുക്കളാവും. എന്റെ ഈശ്വര, നാട്ടുകാരുടെ പ്രാക്കിന്റെ വല്ല ഞാനും കൂടെ അനുഭവിക്കേണ്ടി വരുമല്ലോ. എന്തിനെ? മോനന്റെ ഭാര്യയായി പോയില്ലേ? പ്രാകുമ്പോ ആളുകള് കുടുംബടച്ചല്ലേ പ്രാകുള്ളൂ. മോനന്റെ ചെന്നിന് ദോഷമല്ല എന്റെ തല കൂടെ വന്നു. ആ, ഉത്തമം വിളിക്കുന്നുണ്ട്. ഈ വർഷത്തെ ആദ്യത്തെ കേസുമായിട്ടാണ് ഉത്തമം വന്നിരിക്കുന്നത്. ഞാൻ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് മോഹനേട്ടൻ വരെ കണ്ടോ? നമസ്കാരം. നമസ്കാരം ഉത്തമ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്കൊക്കെ എന്ത് വിശേഷമാണ് ഉത്തമ? ഇന്നലെ ഉത്തമനോട് കണ്ടതേ ഇല്ലല്ലോ. ഇന്നലെ 1-ാം തീയതി ആയിരുന്നല്ലോ. ഈ 1-ാം തീയതി ഒരു വീട്ടിൽ നമ്മൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഏതെങ്കിലും ഒരു ആവശ്യവുമായി ഏതെങ്കിലും ഒരു വീട്ടിൽ നമ്മൾ ഇന്ന് കയറുന്നു, 1-ാം തീയതിയാണേ മിക്കവാറും നമ്മളായിരിക്കും ആദ്യം ചെല്ലുന്നത്. അതോടെ വീട്ടുകാര് പറയും, ഉത്തമ ജനുവരി 1-ാം തീയതി ആയിട്ട് ആദ്യമായിട്ട് ഈ നടയിലോട്ട് കയറി വന്ന ഉത്തമനാണ്. ഈ വർഷം ഉത്തമന്റെ ഐശ്വര്യം പോലെ ഇരിക്കും വീട്ടിലെ കാര്യങ്ങള്. അത് കഴിഞ്ഞ് ആ വർഷം ആ വീട്ടിൽ എന്ത് ദോഷം ഉണ്ടായി കഴിഞ്ഞാലും ഉടനെ അവര് പറയും, എങ്ങനെ ദോഷം വരാതിരിക്കും? ഈ വർഷം ആദ്യത്തെ ദിവസം കയറി വന്നത് എറണം കെട്ട ഉത്തമനല്ലേ, പിന്നെ എങ്ങനെ ഗുണം പഠിക്കും എന്ന്. ഇനിയിപ്പൊ എന്തെങ്കിലും നല്ല കാര്യം അവിടെ ഉണ്ടായാലോ, അപ്പം നമ്മളെ ഓർക്കൊന്നുമില്ല, അതൊക്കെ അവരുടെ ക്രെഡിറ്റിൽ അങ്ങ് പോവും. അതുകൊണ്ടാണ് ഈ 1-ാം തീയതി. സാറേ നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. ഇന്നലെ എന്താണ് വരാത്തതെന്ന് വക്കീൽ എന്റെ അടുത്ത് ചോദിക്കായിരുന്നേ. ഇവിടുത്തെ കാര്യമൊന്നും പറയാതിരിക്കും ഉത്തമ നല്ലത്. ഇന്നലെ പിന്നെ ഒരാളും ഇങ്ങോട്ട് കയറി വന്നില്ല. പേടിച്ചിട്ടായിരിക്കും. 1-ാം തീയതി മോഹനകൃഷ്ണ സാറിന്റെ വീട്ടിൽ കയറി പോയിട്ട് തെറി കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് പക്ഷെ 2 പേരും വന്നു കേട്ടോ. 2 പേർക്കും വയറ് നിറച്ച് കിട്ടുകയും ചെയ്തു. ഇവൾ പറയുന്ന അനുസരിച്ച് ഞാൻ ഓരോന്ന് ചെയ്തിരുന്നുവെങ്കിൽ പണ്ടേ എന്റെ ജോലി അങ്ങ് പോവാൻ. സർക്കാർ കാര്യങ്ങളെ പറ്റി അറിയില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ വക്കീലെ, ഞാൻ വന്നതേ ആ സുകുമാരന്റെ ഒരു പ്രശ്നമായിട്ടാണ്. അവനും തൊട്ടടുത്ത് താമസിക്കുന്ന ബീരാൻകുട്ടിയും തമ്മിൽ ഒരു ചെറിയ പ്രശ്നം. സംഗതി വഷളാവുന്നതിന് മുമ്പ് കേസ് കൊടുക്കാമെന്നാണ് സുകുമാരൻ പറയുന്നത്. സുകുമാരന്റെ കേസ് ഞാൻ വാദിക്കാനോ? അല്ല, അത് നേരത്തെ കഴിഞ്ഞ തവണ സുകുമാരന്റെ കേസ് ഞാൻ വാദിച്ചും ജയിച്ചതുമല്ല ഉത്തമന് ഓർമ്മയുണ്ടല്ലോ. ഉത്തരവ് കൈ കിട്ടിയപ്പോ സുകുമാരന്റെ വിധം മാറി. തരാമെന്ന് പറഞ്ഞ ഫീസിന്റെ പകുതിയെ തന്നുള്ളൂ. സുകുമാരന്റെ കേസ് വാദിക്കാൻ വേറെ ആരെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ പറയരുതേ. ഇക്കാര്യം പറഞ്ഞ ഉത്തമൻ ഇനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തമൻ എന്നുള്ള സ്നേഹം അതോടെ അങ്ങ് പോവേ. ഈ വർഷത്തെ ആദ്യത്തെ കേസുമായിട്ട് വന്ന ഉത്തമനോട് നിനക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞ വഴക്കാളിയായി. ഉത്തമ, സുകുമാരനോട് പറഞ്ഞോളൂ എനിക്ക് കേസ് വാദിക്കാൻ സൗകര്യമില്ല എന്ന്. ചിരിച്ചോണ്ട് കാര്യം പറയല്ല എന്നാണോ ഞാൻ? അപ്പൊ ഈ വർഷത്തെ എന്റെ ആദ്യത്തെ കേസ് മൊത്തത്തിൽ ചീറ്റിപ്പോയി. മൊത്തത്തിൽ 2017 ഒരുമ്പോക്ക് പോവോ സാറേ?
ആ അപ്പൊ സാറേ എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ ശരി. പിന്നെ കുന്നുംപുറത്തെ പൗലോസേട്ടന്റെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം നടക്കൂലെന്ന് എനിക്കറിയാം. പിന്നെ ഇതുവരെ വന്നപ്പോ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ 2017 കാര്യം മൊത്തത്തില് തീരുമാനമായി. ഗോവിന്ദ സാറിനോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, എന്നിട്ട് രക്ഷയില്ലേ? പുതുവർഷം ആകപ്പാടെ പ്രശ്നമാണല്ലോ. എങ്ങനെ പ്രശ്നമാവാതിരിക്കും? ഓരോരുത്തരുടെ പെരുമാറ്റം അത്തരത്തിലാണല്ലോ. ഒന്നുമില്ല, ഇവിടെ പറഞ്ഞത്. ശരി. ഗോവിന്ദ സാറിനെ കഴിഞ്ഞ 3 കേസുകളും ബാധിച്ചത് ഞാനായിരുന്നേ. 3 ജയിക്കുകയും ചെയ്തു. ഇപ്പൊ പുതിയ കേസ് വന്നപ്പം വേറെ വക്കീലിനെ ഏൽപ്പിച്ചെന്ന്. ഇതാ മോഹനേട്ടാ ഞാൻ പറയുന്നത്. മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ദോഷം നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന്. കൊള്ളാം. നിയമപരമായി ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ അത് വഴക്കായി, ചീത്തവിളിയായി, ഞാൻ വഴക്കാളിയായി. സുകുമാരന്റെ കേസ് വാദിക്കാൻ സൗകര്യമില്ല എന്ന് നീ പറഞ്ഞത് വലിയ മാന്യതയായി. സുകുമാരന് കേസ് വാദിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളത് നേരെ തന്നെയാണ്. പക്ഷെ ഞാൻ എങ്ങനെ പറഞ്ഞു? മാന്യമായി കാര്യകാരണ സഹിതം ഉത്തമനെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി. അതല്ലേ ദിവാകരൻ ഹരിദാസനം വന്നപ്പോ മോഹനേട്ട ചെയ്തത് എന്താണ്? ചാടിക്കടിക്കുന്നു അല്ലേ? മോഹനേട്ട ഒരു കാര്യം സാധ്യമല്ല എന്ന് പറയുന്നതിന് ഒരു മര്യാദയുണ്ട്. മര്യാദയ്ക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് നമ്മളോട് ദേഷ്യം വരികയില്ല, അല്ലേ? ഹലോ, മോഹനേഷ് സാറിന്റെ വീടല്ലേ? അതെ. ഒന്ന് കൊടുക്കാവോ? മോഹനേട്ടനാ? അറിഞ്ഞൂടാ. ഒന്ന് കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഒന്ന് കൊടുക്കണോന്ന് എനിക്കുണ്ട്, പക്ഷെ ഞാൻ ഭാര്യയായി പോയില്ലേ. 1 മിനിറ്റ് കൊടുക്കാം. ഹലോ സാറേ, ഞാൻ വേലായുധനാ. എന്താ വേലായുധാ? സാറേ, എന്റെ കാര്യം അത് നടക്കില്ല എന്ന് മലയാളത്തിലല്ലേ ഞാൻ വേലായുധനോട് പറഞ്ഞത്? അയ്യോ, ഒരു കാര്യം ഒരു പ്രാവശ്യം പറയുമ്പോ മനസ്സിലാക്കുന്നതാണ് നല്ലത്. സാറേ, അത് ഞാൻ വേലായുധ, താങ്കൾ ആവശ്യപ്പെട്ട കാര്യം സാധിച്ചു തരാൻ എനിക്ക് സാധിക്കാതെ വന്നതിന്റെ കാര്യകാരണങ്ങൾ ഞാൻ താങ്കളെ ബോധിപ്പിച്ചു കഴിഞ്ഞിരുന്നു. അതെ, പക്ഷേ ശുദ്ധമായ മലയാളത്തിൽ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടും താങ്കൾക്കത് മനസ്സിലാകാതെ പോയത് കഷ്ടമല്ലേ? ഇനി ഇക്കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് ഫോൺ ചെയ്താൽ എന്റെ നിയന്ത്രണം നഷ്ടപ്പെടുമെന്നും മലയാള ഭാഷയിലെ ഏറ്റവും ക്രൂരമായ വാക്കുകൾ ഉപയോഗിച്ച് ഞാൻ പ്രതികരിക്കാനും സാധ്യതയുള്ളതിനാൽ ഇനി വിളിക്കാതിരുന്നുകൂടെ? മറ്റു വിശേഷങ്ങളും തന്നെ ഇല്ലല്ലോ? ഇല്ല. വീട്ടിലുള്ളവരെല്ലാം സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഓ, വെച്ചോട്ടെ? വെച്ചു. മതിയോ? ഇതാണല്ലോ താങ്കൾ ഉദ്ദേശിച്ച മാന്യമായ സംസാരം? ഒന്നെങ്കിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. ഈശ്വര, ഭാസ്കരൻ ചേട്ടൻ എന്താ പറയാ? ടൗണിൽ തട്ടുകട നടത്തുന്ന ഭാസ്കരൻ ചേട്ടനത് ഒരു കേസിന്റെ കാര്യമായിട്ട് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതാ എനിക്ക് പറ്റില്ലെന്ന്. പക്ഷെ അങ്ങേർക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ തന്നെ കേസ് വാദിക്കണമെന്ന് പറഞ്ഞ് പുറകെ നടന്നോണ്ടിരിക്കുക. അങ്ങനെ സൂക്കേട് ഞാൻ ഇപ്പൊ മാറ്റിത്തരാം. അയ്യോ, ഇതെന്റെ കേസല്ലേ, ഞാനത് നയത്തിൽ കൈകാര്യം ചെയ്തോളാം. നമസ്കാരം വക്കീലെ. നമസ്കാരം. വീടെങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ ഗുമസ്തം മത്തായി ചേട്ടനോട് ചോദിച്ചറിഞ്ഞതാ. ഓ വക്കീലെ, എന്റെ അവസ്ഥ വക്കീലൊന്ന് മനസ്സിലാക്കണം. ഈ കേസ് എങ്ങനെയെങ്കിലും ഏറ്റെടുത്തേ പറ്റൂ. വക്കീല് വാദിച്ചാലേ കേസ് ജയിക്കൂ. എനിക്ക് ഭാസ്കരൻ ചേട്ടനോട് ഒരു വിരോധം ഉള്ളത് കൊണ്ടല്ല കേസ് ഏക്കില്ലെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് നല്ല തിരക്കായതുകൊണ്ടാ. ഇപ്പൊ തന്നെ എനിക്ക് കൈകാര്യം ചെയ്യാവുന്നതിൽ കൂടുതൽ കേസ് എനിക്കുണ്ട്. എന്നാലും വക്കീലെ, എന്നെക്കാട്ടിലും കഴിവുള്ള എത്രയോ വക്കീലന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ ആരെങ്കിലും കാണുന്നല്ലേ നല്ലത്. വേണമെങ്കിൽ ഞാൻ തന്നെ മറ്റൊരു വക്കീൽ ഏർപ്പാടാക്കി തരാം. അപ്പോ വക്കീലിന്റെ കേസ് വാദിക്കില്ല? നിവർത്തി ഇല്ലാത്തോണ്ടാ. അത് കൊള്ളാമല്ലോ.
വലിയ വക്കീലാണെന്ന് പറഞ്ഞ് കോട്ട് വിട്ട് നടന്നിട്ട് ഒരു കേസുമായി വരുമ്പോ അത് വാദിക്കാൻ പറ്റില്ലെന്നോ? പിന്നെ എന്തിനാ വക്കീൽ ആഫീസിന് മുന്നിൽ വലിയ ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? വക്കീലിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി. എന്റെ എതിർകക്ഷി രാജപ്പൻ വക്കീലിന് വല്ല കൈക്കൂലിയും തന്നു കാണും. അവൻ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. പക്ഷെ അവന്റെ വാക്ക് കേട്ട് എന്നെ ഒഴിവാക്കാനാ വക്കീലിന്റെ പരിപാടിയെങ്കിൽ അതെനിക്ക് പുല്ല. അതെ, നാട്ടിൽ കൊള്ളാവുന്ന വേറെ വക്കീലന്മാരില്ലായിട്ടല്ല. വക്കീലിന് കാര്യമായിട്ട് കേസൊന്നുമില്ലെന്ന് എനിക്കറിയാം. പരിചയമുള്ള പെങ്കൊച്ചാണല്ലോ, വേണമെങ്കിൽ എന്റെ കേസ് വാദിച്ച് രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി. അങ്ങനെ പുറകെ നടന്നപ്പോ വക്കീലിന് അഹങ്കാരം. പക്ഷെ അത് എന്റെ അടുത്ത് വേണ്ട. നിർത്ത്. എനിക്ക് നിങ്ങളുടെ കേസ് വേണമെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. വെറുതെ ഇവിടെ വന്ന് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഇതെന്റെ വീടാണ്. എടഞ്ഞാ ഞാനാള് പെശക. മേലാൽ ഇമാതിരി അഭ്യാസം പറഞ്ഞ് ഇവിടെയോ വക്കീൽ ഓഫീസിലോ വഴിയിലോ വന്ന സത്യഭാമയുടെ സ്വഭാവം നിങ്ങൾ അറിയും. ഒരു പെണ്ണാണെന്ന് കരുതി എന്തോ പറയുന്നു കരുതിയോ? നിങ്ങളുടെ പ്രായത്തോർത്ത് മാത്രം ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. അല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. സ്ഥലമുണ്ടോ നോക്ക്. ഇല്ലെങ്കിൽ ഇറങ്ങി പോടോ. എന്റെ അടുത്താണ് അഭ്യാസം കൊണ്ട് വരുന്നത്. കൊള്ളാം. ഇന്ന് ജനുവരി 2 അല്ലേ? ഈ വർഷം നിനക്ക് വരുന്ന 2ാമത്തെ കേസായിരുന്നില്ലേ? ആ കേസുമായി വന്ന ആളോട് കുറച്ചുകൂടി നയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതായിരുന്നില്ലേ നല്ലത്? അദ്ദേഹം പോകുന്ന വഴി മനസ്സിൽ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഈശ്വര, ഈ വക്കീൽ വണ്ടി ഇടിച്ച് ചാകട്ടെ എന്നോ പണ്ടാരം അടങ്ങി പോകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ? വീട്ടിലുള്ള ഒരാളെ പ്രാഗിയാൽ അതിന്റെ ദോഷം മറ്റുള്ളവരെയും ബാധിക്കുമെന്നാണല്ലോ നിന്റെ ശാസ്ത്രം. ആ ഭാസ്കരൻ ചേട്ടന്റെ പ്രാക്ക് കാരണം എനിക്ക് വല്ല ദോഷം ഉണ്ടാവും ഈശ്വര. മതി. എന്നാലും ആ ഭാസ്കരൻ ചേട്ടൻ ഇത്രയൊക്കെ എന്നെ പറഞ്ഞിട്ടും മോനിട്ടെല്ലാം കേട്ടോണ്ട് നിന്നില്ലേ? അത് അന്യായമായി പോയി. അമേ, എന്താ? നമ്മൾ ആരില്ലരുത്. മറ്റുള്ളവരോട് മാന്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നല്ലേ കുറച്ചു മുമ്പ് നീ എന്നോട് പറഞ്ഞത്? പുതിയ വർഷം തുടങ്ങുമ്പോൾ നന്നാവാമെന്ന് കരുതി കാത്തിരുന്ന പലരും തീരുമാനങ്ങൾ പിൻവലിച്ചതായാണ് കേട്ടുകേൾവി. മോഹനകൃഷ്ണന് നല്ല വഴി ഉപദേശിച്ചു കൊടുത്ത വക്കീലും വയലന്റ് ആവുന്നത് കണ്ട് പുതിയ വർഷത്തിലെ കഥകൾ ആരംഭിക്കുന്നു. കാത്തിരുന്ന് കാണുക.